എപ്പോഴും ചെവിവേദന വരുന്ന ആളുകളാണോ നിങ്ങൾ? ഈ ചെവിവേദന വരുന്നത് നിങ്ങൾ പലപ്പോഴായിട്ട് ENT-നെ കണ്ടിട്ടുണ്ടാവും, എൻഡോസ്കോപ്പികൾ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. ENT നിങ്ങളുടെ അടുത്ത് സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും നിങ്ങളൊരു ഡെന്റിസ്റ്റിനെ കൂടി കാണണമെന്നാണ്. എന്തുകൊണ്ടായിരിക്കാം? നമ്മളുടെ അണപ്പല്ലുകളുടെ പെയിൻ അധികവും നമുക്ക് മുകളിലോട്ട്, അതേപോലെ തന്നെ തലയുടെ ഭാഗത്തേക്ക്, ചെവിയിലേക്ക്, താടിയെല്ലിലേക്കൊക്കെ കാണാറുണ്ട്. താഴത്തെ പല്ലിൻ്റെതും മുകളിലോട്ടും താഴോട്ടും കഴുത്തിലേക്കും ഒക്കെ ആയിട്ടാണ് വേദനകൾ കാണാറുള്ളത്. ഇങ്ങനത്തെ കണ്ടീഷൻസിൽ നമ്മൾ എപ്പോഴും ചെവി വേദന എന്നുള്ളൊരു കംപ്ലൈന്റിൽ ആൾ വരാറുണ്ട്. പല്ല് നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, പക്ഷെ ചെവി വേദന, അങ്ങനത്തെ ഒരു കണ്ടീഷൻ ആണെങ്കിലോ അപ്പൊ അത് ചെവിയുടെ തന്നെ പ്രശ്നമാണെന്ന് കരുതി വീണ്ടും വീണ്ടും നമ്മൾ ഇങ്ങനത്തെ കൺസൾട്ടേഷൻസ് മാറ്റിക്കൊണ്ടേയിരിക്കും. ഈ ഡോക്ടർ അല്ലെങ്കിൽ അടുത്ത ഡോക്ടർ. പക്ഷെ നിങ്ങൾ ആ സമയത്ത് ഒരു ഡെന്റിസ്റ്റിനെ വിസിറ്റ് ചെയ്യാം. വരാനുള്ള പല്ലിന്റെ പ്രഷർ കാരണവും ആ പല്ല് നേരെ വരാൻ കഴിയാത്തതിന്റെ ബുദ്ധിമുട്ട് കാരണമൊക്കെ നിങ്ങൾക്ക് ഈ പെയിൻ ഉണ്ടാവും. രണ്ടാമത്, നിങ്ങളുടെ ഒരു ജോയിന്റ് ഉണ്ട് ഇവിടെ കാണുന്ന, വാ തുറക്കാനും അടയ്ക്കാനും നിങ്ങളെ സഹായിക്കുന്ന ഒരു ജോയിന്റ്. ഈ ജോയിന്റിന് എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരെ ചെവി വേദനയായിട്ടാണ് തോന്നാറ്. അതായത് അത് തുടങ്ങുമ്പോൾ നമുക്ക് ക്ലിക്കിംഗ് സൗണ്ട് ഒക്കെ വേണം. വാ തുറക്കുക അടയ്ക്കുകയും ചെയ്യുമ്പോൾ ഒരു ക്ലിക്കിംഗ് സൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ അത് എന്തായാലും നിങ്ങൾ എത്രയും പെടുന്ന ഒരു ഡെന്റിസ്റ്റിനെ കാണുന്ന കാര്യമാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ചെവിവേദനയായിട്ട് ഫീൽ ചെയ്യുക താഴത്തെ ഏറ്റവും അവസാനത്തെ പല്ല്, അതായത് വിസ്ഡം ടൂത്തിൽ വരുന്ന ഡീക്കേസ്, അപ്പർ ലാസ്റ്റ് ടൂത്ത്, വിസ്ഡം ടൂത്തിൽ വരുന്ന ഡീക്കേകളാണ്. കേട് കൂടുന്ന അവസ്ഥയിലാണ് ഈ കൂടുതൽ വേദനയായിട്ട് കാണാറുള്ളത് ആളുകൾ. അതേപോലെ തന്നെ നമ്മളുടെ കടി എന്ന് പറയും, മുകളിലെ പല്ല് താഴത്തെ പല്ലും നിരക്കി അല്ലാത്തൊരു കണ്ടീഷൻ, അതായത് ചില പല്ലുകൾ എടുത്തു കളഞ്ഞു നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കടി ഇല്ല, ആ സമയത്ത് നമ്മുടെ ജോയിന്റിനെ അത് വല്ലാതെ ബാധിക്കും. ആ സമയത്ത് നമ്മുടെ ഈ മസിൽസിന് ഒരു പെയിൻ വന്നിട്ട് അതും ചെവിയിലേക്ക് വേദന വരാനായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ചെവി വേദന പല്ലുമായിട്ട് കണക്റ്റഡ്.